രണ്ടിലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ കൂടെ കൊണ്ടുപോകുന്നു, എവിടെ പോയാലും കൂടെ കൊണ്ടുപോകുന്നു. ഈ സ്കൂട്ടർ എൻ്റെ പുറകിൽ വെച്ചുകൊണ്ട് കൂടെ കൊണ്ടുപോകുന്നിട്ടില്ലേ? സ്കൂട്ടറിൻ്റെ പുറകിൽ വെച്ചുകൊണ്ട് കൂടെ, അത് സ്കൂട്ടർ ഓടിക്കാനൊക്കെ പോകും. പുറകിലിരിക്കുന്ന ആൾ കടച്ചാണിക്കെട്ടിൽ പൂട്ട് പൂട്ടിയിരിക്കല്ലേ. കൈ കൊണ്ടുള്ള പൂട്ട് കടച്ചാണിക്കാണെങ്കിലും കണ്ണുകൊണ്ടുള്ള പൂട്ട് വഴിനീളയാ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ, അങ്ങ് പട്ടണത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആകപ്പാടെ അന്ന് മുമ്പത്തെ പോലൊരു വലിയ താല്പര്യമില്ല. അയാൾ പുറത്തൊക്കെ പോയാൽ വരാൻ താമസം, വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വരാൻ വളരെ താമസം. വന്നാലോ ഒരു തണുത്ത പരുവം, പണ്ടത്തെ ആവേശമൊന്നുമില്ല. ഒരു ദിവസം അയാൾ വന്നില്ല, അയാൾ പോയിട്ട് തിരിച്ചു വന്നില്ല. അന്ന് നമ്മൾ തീരുമാനിച്ചു, ഇങ്ങ് വരട്ടെ, ഇങ്ങ് വരട്ടെ, ഇങ്ങ് വരട്ടെ. നല്ല ഭാര്യമാരെല്ലാം തീരുമാനിക്കുന്ന എങ്ങനെ തീരുമാനം, ഒരിക്കലും ഇളക്കമില്ലാത്ത തീരുമാനമാണ്. ഇങ്ങ് വരട്ടെ, എല്ലാവരും എന്നെ എബിച്ചേച്ച് പോയിരിക്കുന്നു, ചെറുക്ക കരയരുത് കേട്ടോ, ഞാൻ കൊല്ലും. കൊടുത്ത് ചെറുക്കൻ്റെ തുടക്കൊരുപ്പിച്ച് അയ്യോ എന്തോ അയ്യോ കൊല്ലും ഞാൻ എല്ലാറ്റിനും. 4 വശവും നിൽപ്പുണ്ട് ഒരു പൊതുയോഗത്തിനുള്ള ആള്, മക്കളാ. അല്ല ഏറ്റവും ഇളയവൻ ഏറ്റവും മൂത്തവൻ്റെ ഷർട്ടും എടുത്തിട്ടുണ്ട് നിൽക്കുക, അതിന് മൂത്തവൻ അച്ഛൻ്റെ അണ്ടർവെയർ കൊടുത്തുകൊണ്ട് നിൽക്കുക. ഇങ്ങനെ ആകെ നാശമായി നിൽക്കുമ്പോഴാണ് അച്ഛൻ്റെ വരവ്. ഇങ്ങ് വരട്ടെ, ഇങ്ങ് വരട്ടെ. ആ വന്നല്ല, വരുന്നല്ല, വരുന്നല്ല, ഇങ്ങോട്ട് എളുപ്പം വാ, ഇങ്ങോട്ട് എളുപ്പം വാ. അയാൾ ചെന്നപ്പോൾ മക്കളെല്ലാം നിരന്നിപ്പോണ്ട് ഭാര്യയെ കണ്ടില്ല. എല്ലാറ്റും ഇളയ ചെറുക്കനോടായൊക്കെ വലിയ സ്നേഹമാണ്, ചെറുക്കൻ അങ്ങോട്ടും വലിയ സ്നേഹമാണ്. കാര്യം നാട്ടുകാരൊക്കെ പറയുന്നത് ഈ ചെറുക്കൻ അയാളുടെ ശരിയായ മോനെന്നാ. എന്താ എത്തോ എടുത്തോളാൻ ഉടനെ അച്ഛൻ എത്തു. അച്ഛ എന്ത് മോനെ, അമ്മച്ചിക്ക് നല്ലടി കൊടുക്കണം, അവളെ ശരിപ്പെടുത്തി കളയാം. അച്ഛൻ വരുന്നോണ്ടെന്നെ തുടക്കെല്ലാം നുള്ളി ഇവിടെ നിർത്തി വെച്ച് പോയി കിടന്നു കരയുന്നു, നല്ലടി കൊടുക്കണം, അവളെ ശരിപ്പെടുത്തി കളയാം. അച്ഛ എന്ത് മോനെ, മുട്ടായി. ഓ മുട്ടായി, മറന്നു പോയല്ലോടാ. ആ മറന്നു പോയല്ലോടാ, ഇന്നലെ ഞാൻ പറഞ്ഞു മറന്നു പോയല്ലോടാ. ഒരു കാര്യം ചെയ്യും, ഇതാ 1 രൂപ കൊണ്ട് കൊണ്ടുപോയി 16 പേരും കൂടെ മുട്ടായി മേടിച്ചൊന്ന് കൊണ്ടുപോകും. ലാഭമാണ്, 1 രൂപയ്ക്ക് ലാഭമാണ്. 16 എണ്ണോ ഒതുങ്ങി കിട്ടിയത്. അകത്ത് കയറി ചെല്ലുമ്പോൾ ഭാര്യ കിടക്കെന്ന് പറഞ്ഞാൽ വല്ലാത്ത കിടപ്പ്, ഇപ്പോഴെങ്ങും എഴുന്നേക്കുന്ന കിടപ്പുമല്ല. പിന്നെ നോക്കാൻ ഒക്കുന്നെങ്കിൽ ഒക്കട്ടെ. അതാദ്യം സൈഡിൽ അങ്ങനെ ഇരുന്നു, കട്ടിലിൻ്റെ സൈഡിൽ ഒരു ചെറിയ ബാലൻസിൽ അങ്ങനെ ഇരുന്നു. ഒരു ബാലൻസില്ല, കാര്യം എപ്പോഴാണ് ആക്രമണം ഉണ്ടാകുമെന്ന് പറയാനൊക്കെ. എന്നിട്ട് അയാൾ പതുക്കെ തുടങ്ങും, ഭാര്യയെ, പ്രിയപ്പെട്ട ഭാര്യയെ. എന്താ ഭർത്താവേ? അയാൾ ചാടി എഴുന്നേറ്റു. പിന്നെ കുറേ നേരത്തേക്ക് കുറെ ഇടിയും മിന്നലും തിരിഞ്ഞിരിപ്പും. അയാൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൾ ഇങ്ങോട്ട് തിരിഞ്ഞു, അയാൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവൾ അങ്ങോട്ട് തിരിഞ്ഞു. അവസാനം അവളൊന്നും മയപ്പെട്ട് വരുന്നൊരു പരുവുണ്ടല്ലോ, ആളൊന്ന് തണുത്ത് വരുന്നൊരു പരുവുണ്ടല്ലോ, അതുവരെ അവനൊരു ബാലൻസിൽ അങ്ങനെ നിൽക്കും. ആളൊന്ന് തണുത്ത് വരുമ്പോൾ അവൻ അടുത്ത് കൂടും. അങ്ങനെ കാര്യം ഞാൻ വേറെ വല്ലതും പോയി, വേറെ പോയല്ലോ. ഒരാഴ്ച താമസിച്ചു പോയ കാര്യം പൂർത്തിയാകണ്ടായോ? എന്താ ക്ഷീണിച്ചിരിക്കുന്നത്? രാവിലെ ഒന്നും കഴിച്ചില്ലയോ? ഞാൻ കൂടെ വന്നിട്ട് നമുക്ക് രണ്ടും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. കുളിച്ചില്ലയോ? ഞാൻ കൂടെ വന്നിട്ട് നമുക്ക് രണ്ടും കൂടെ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പിന്നത്തെ സ്നേഹമല്ലയോ? ഇതിനിടയ്ക്ക് അച്ഛന് മുട്ടായി വേണോ? ജാഥ തിരിച്ചെത്തി. അപ്പൊ ദാമ്പത്യത്തിന് അങ്ങനെ ഒരു ലഹരിയൊക്കെ ഉണ്ടല്ലോ. ഇതാ ഇവിടെ പറഞ്ഞത്, എന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചേക്കൂ. അയാൾ കൂടെ കൊണ്ടുപോയി. എവിടെ കൂടെ കൊണ്ടുപോയി? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ ഇതാ. വന്നിട്ടൊരു ദിവസം പോയിട്ട് വരാൻ താമസിക്കുന്നു, ഒരു ദിവസം വന്നില്ല. അതാണ് അവർ തീരുമാനിച്ചത്, ഇനി വരട്ടെ, ഇന്നിവിടെ വരട്ടെ. അന്നയാൾ വന്നില്ല. അടുത്ത ദിവസം രാവിലെ അതാ കയറി വരുന്ന അയാൾ. അടുത്ത് വന്നപ്പോൾ അവൾ മിണ്ടെങ്കിലും തീരുമാനിച്ചിരുന്നു, പക്ഷേ മിണ്ടിപ്പോയി. എവിടെയായിരുന്നു? ഇന്നലെ രാത്രി എവിടെയായിരുന്നു? സത്യം പറയണം, എവിടെയായിരുന്നു? പറയൂ, എവിടെയായിരുന്നു? കൈക്കൊരു തട്ട് കൊടുത്തു. എനിക്ക് തോന്നിയെടുത്ത് പോയി, ഇനിയും പോകും, എനിക്ക് ഇഷ്ടമുള്ളത് പോകും. കടിഞ്ഞാണിട്ട് പിടിക്കാൻ ആരും പറയണ്ട. എന്നെ ആരും ആരും അങ്ങനെ കടിഞ്ഞാണിട്ട് പിടിച്ചിട്ടില്ല. എന്റെ സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ ഞാൻ ആ കടിഞ്ഞാൺ പൊട്ടിച്ചെറിയും.
അന്നെ പേടിച്ചു പോയി. അവൾ പ്രതീക്ഷിച്ചില്ല. അവൾ സ്നേഹധനനെന്ന് വിശ്വസിച്ച വ്രോൺസ്കി, പ്രേമധനനെന്ന് താൻ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന വ്രോൺസ്കി ഇങ്ങനെ പറയുന്നവൾ വിചാരിച്ചില്ല. അവളുടെ കവിളിലൂടെ കണ്ണുനീർ ധാരധാരിയായി ഒഴുകുന്നു. കണ്ടോ? പുലിയെ പോലെ നിന്നാള് എലിയെ പോലായി കരയാതെ. ആ കണ്ണുനീരിന് കഴിവതാണ്. ഈ പെണ്ണിന്റെ കണ്ണുനീർ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ പെണ്ണിന്റെ കണ്ണുനീർ നീണാൾ വാഴട്ടെ. കാര്യം ഈ കണ്ണുനീരാണ് ദാമ്പത്യ ബന്ധത്തെ ഇങ്ങനെ സംതൃപ്തതയോടെ നിർത്തിയിരിക്കുന്നത്. ആണും പെണ്ണും ഇങ്ങനെ മാനസിക ബന്ധത്തോടെ നിർത്തുന്നത് ഈ കണ്ണുനീരാണ്. ആണിനെയും പെണ്ണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ കണ്ണുനീർ, പെണ്ണിന്റെ കണ്ണുനീർ. കരയാതെ. പല വലിയ മീശ കൊമ്പന്മാരായ ഭർത്താക്കന്മാരെ നമ്മൾ കാണുന്നില്ലേ? കൊമ്പം മീശയായിട്ട് ഇങ്ങനെ നടക്കുന്ന വലിയ ഭർത്താക്കന്മാർ, കൊമ്പം മീശ മുകളിലോട്ടാണ് പിരിച്ചു. പക്ഷെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ, ഭാര്യ എടുത്ത് ചെല്ലുമ്പോൾ മീശ കീപ്പോട്ടാ ചുരുട്ടുന്നത്. അതാണ് ആ കണ്ണുനീരിന്റെ കഴിവ്.